ശ്രീജിത്ത് വി അരുൺ തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. മന്ത്രി സജി ചെറിയാൻ കോടതിയിൽ നിന്ന് തിരിച്ചടി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. നമുക്കൊരു സത്യപ്രതിജ്ഞ ലംഘനമാണ് സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. നേരത്തെ സജി ചെറിയാൻ ഈ വിഷയത്തിൽ ഒരു തവണ മന്ത്രിസ്ഥാനം രാജിവെച്ച ആളാണ്. അതിനുശേഷം മന്ത്രിസ്ഥാനത്തേക്ക് കോടതിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചു വന്ന ആളാണ്. ഇപ്പോൾ വീണ്ടും മന്ത്രിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് നിർണായകമാണ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. ഇനി ഈ വിഷയത്തിൽ കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതായത് ഭരണഘടനാ വിരുദ്ധ പരാമർശം ഭരണഘടന കുന്തമാണോ കുടച്ചക്രമാണോ എന്ന ചോദ്യമടക്കം ഉന്നയിച്ചുകൊണ്ട് ചെങ്ങന്നൂരിലെ ഒരു പരിപാടിയിൽ പ്രസംഗിച്ച സജി ചെറിയാൻ വളരെ നിർണായകമായ ദിവസമായിരുന്നു ഇന്ന്. പ്രസംഗം ഏതാണ്ട് CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി എന്ന് മനസ്സിലാകുന്നു. മല്ലപ്പള്ളി പ്രസംഗത്തിൽ വലിയ തിരിച്ചടി സജി ചെറിയാൻ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കേസ് ഡയറിയും പ്രസംഗത്തിന്റെ വിശദമായ രൂപവും പരിശോധിച്ച ശേഷമാണ് സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ സജി ചെറിയാന്റെ പരാമർശത്തിൽ അവഹേളനമുണ്ട് എന്ന് നേരത്തെ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഭരണസ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാൻ കേസ് അട്ടിമറിച്ചുവെന്ന ഹർജിയിൽ പ്രധാനപ്പെട്ട ആരോപണമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണം പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ CBI അന്വേഷണം തൽക്കാലത്തേക്ക് വേണ്ട, പക്ഷെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പ്രസംഗം ഭരണഘടനാ വിരുദ്ധമാണ്, തുടരന്വേഷണം വേണം എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം വരുന്നു. കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടച്ചക്രം എന്നൊക്കെ എഴുതി വെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഭരണഘടനയുടെ ഉദ്ദേശ്യം എന്നാണ് മന്ത്രി അന്ന് പ്രസംഗിച്ചിരുന്നത്. പ്രസംഗത്തിലെ കുന്തം, കുടച്ചക്രം എന്നീ പ്രയോഗങ്ങൾ എന്തുദ്ദേശിച്ചായിരുന്നു എന്ന് ഹൈക്കോടതി ചോദിച്ച പശ്ചാത്തലമുണ്ട്. ഭരണഘടനയുടെ അവഹേളിക്കുന്നതല്ലേ ഈ പരാമർശങ്ങൾ എന്ന് എങ്ങനെ പറയാൻ അവഹേളിക്കുന്നതല്ല എന്നെങ്ങനെ പറയാൻ സാധിക്കുമെന്നും ഹൈക്കോടതി ചോദിച്ചു. അതേസമയം നിരവധി സാക്ഷികളെ വിസ്തരിച്ചതിൽ നിന്ന് ഭരണഘടനയെ അവഹേളിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ശബ്ദ സാമ്പിൾ ഉൾപ്പെടെയുള്ള വിശദമായ പരിശോധന ഇല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥന് എങ്ങനെ തീർപ്പിലെത്താൻ കഴിയുമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ഏതായാലും തുടരന്വേഷണത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ തുടരന്വേഷണം വേണം എന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. 2022 ജൂലൈ 3 പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ CPIM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിലാണ് സജി ചെറിയാന്റെ വിവാദ പ്രസംഗം ഉണ്ടായത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. പ്രസംഗം ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു ആരോപണം. ഇപ്പോൾ ഇതിൽ തുടരന്വേഷണം വേണം എന്ന വളരെ പ്രധാനപ്പെട്ട പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്വേഷണത്തിന് പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണത്തിന് ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന. ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന വാദം തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നില്ല. മജിസ്ട്രേറ്റ് തീരുമാനം എടുത്തത് സാക്ഷിമൊഴികൾ പരിഗണിക്കാതെ ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തം എന്നാണ് പ്രധാനം. അന്വേഷണത്തിനാണ് DGPക്ക് അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. DGPക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സജി ചെറിയാന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്.